ഹലോ എല്ലാവർക്കും വി ആർ ഒ ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഗോൾഡ് ആയാലും നമുക്ക് അഴുക്ക് പിടിച്ചാൽ കഴുകിയെടുക്കാൻ പറ്റാവുന്ന അടിപൊളി ഒരു ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ഈ വീഡിയോ ഉപകാരപ്പെടണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ബെൽ ബട്ടണും കൂടി അമർത്തണം. എന്നാലാണ് നമ്മൾ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ഉപകാരപ്പെടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ. ഇത് എൻ്റെ പാദസരത്തിൻ്റെ ഹോളിൻ്റെ ഉള്ളിലൊക്കെ നിറയെ അഴുക്കാണ്. അപ്പോൾ മഴക്കാലമല്ലേ, നമ്മൾ കാലുമ്മയ്ക്ക് ഇടുന്ന സമയത്ത് നല്ല അഴുക്ക് വരും. പിന്നെ നമ്മൾ മാലകളിലുള്ളിൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് എണ്ണമയവും സോപ്പും അതൊക്കെ നമ്മൾ പുറമേ ഇങ്ങനെ കഴുകിയാലൊന്നും പോവില്ല. ഈ രീതിയിൽ കഴുകിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാലമത്തി ആയാലും പാദസരത്തുമത്തി ആയാലും ഏത് ഇതായാലും ഇത് നിങ്ങൾക്ക് ഇത് വെടുപ്പായി നമുക്ക് നല്ല ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ് കേട്ടോ. ചൂടുവെള്ളം വേണമെന്നില്ല, പച്ചവെള്ളം ഒഴിച്ചാൽ മതി. അതിലേക്ക് ഞാൻ കുറച്ച് ഡിഷ് വാഷ് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ ഡിഷ് വാഷാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോപ്പും പൊടി ആയാലും കുഴപ്പമില്ല, നമുക്ക് സോപ്പും പൊടി ആയിട്ടും ഉപയോഗിക്കാം. അതിലേക്ക് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ആ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിനൊക്കെ ഇതിൽ കളറൊക്കെ കിട്ടാനൊക്കെ നല്ലതാണ്. ഡിഷ് വാഷ് വെച്ചാൽ എണ്ണമയം പോകാനൊക്കെ നല്ലതാണ്. എണ്ണമയമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും വളരെ നല്ലതാണ്. എന്നിട്ട് അതൊന്ന് നമുക്ക് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം കേട്ടോ. വെച്ചാൽ ഇതിൻ്റെ അതൊന്ന് അലിയാനായിട്ട് ആ ലിക്വിഡൊക്കെ ഒന്ന് അലിഞ്ഞ് ഇതിൻ്റെ ഒപ്പം ആവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമുക്കതിലൊന്ന് അടപ്പത്ത് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ചെറുതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ തൊട്ട് നോക്കുമ്പോൾ ഒരുവിധം പൊള്ളുന്ന രീതിയിൽ. എന്നാൽ തിളച്ച് മറയും വേണ്ട. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഇത് നന്നായി ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളമുള്ളൂ. അപ്പോൾ നമ്മുടെ ഇത് സ്വർണം ആയാലും ഗോൾഡ് ആയാലും പാത്രത്തുമ്മേ തൊട്ട് കിടക്കുമ്പോൾ ചൂട് തട്ടുമ്പോഴേ പെട്ടെന്ന് അത് കത്തി പിടിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മളതൊന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്ക് ഒന്ന്. അതൊന്ന് ചെറിയ ഒന്ന് തള വരുമ്പോൾ നമുക്കതൊന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്ക് അതൊന്ന് നന്നായി നമുക്ക് അതിൽ ഉരച്ചെടുക്കണേലും തൊട്ട് മുന്നേ നമുക്ക് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടിയും ഇടണം കേട്ടോ. ആ ബേക്കിംഗ് സോഡ ഇട്ടാലാണ് അതിൻ്റെ നമുക്ക് എണ്ണമയവും സോപ്പിൻ്റെ ഉള്ളിലിരിക്കുന്ന സോപ്പും അതൊക്കെ ശരിക്കും ഇങ്ങനെ പോരുള്ളൂ. അത് നമ്മൾ ബേക്കിംഗ് സോഡ വാങ്ങിച്ചണേ നമ്മൾ ഈ അപ്പക്കാരെന്നൊക്കെ പറയണില്ലേ, നമുക്ക് ബേക്കിംഗ് സോഡ ഉണ്ടാക്കണമെങ്കിൽ അത് ഇത്തിരി ലേശം ഇട്ടാൽ മതി കേട്ടോ. നമുക്ക് ആ ബേക്കിംഗ് സോഡയുടെ പൈസ മാത്രമാണ് വരണുള്ളൂ. നമ്മൾ പിന്നെ വേറെ എന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മളിതൊരു ചെപ്പിലാക്കി അടച്ച് വയ്ക്കുകയാണെങ്കിൽ പിന്നീടും നമ്മൾ ഇതിങ്ങനെ ഉപയോഗിക്കുകയും ചെയ്യാം. നമുക്കിതുപോലെ തന്നെ അഴുക്കൊക്കെ പിടിക്കുമ്പോൾ അതൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ കണ്ട അതിൽ ആ ബേക്കിംഗ് സോഡ ഇട്ടപ്പോൾ കണ്ട അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ എണ്ണമയും ആ അഴുക്കൊക്കെ ഇങ്ങനെ നിറഞ്ഞു വന്നു. ഞാനൊരു 5-10 മിനിറ്റ് വെച്ചുള്ളൂ കേട്ടോ. അത് 10 മിനിറ്റ് വെച്ചിട്ട് നമ്മുടെ കയ്യിൽ ആവശ്യമില്ലാത്തൊരു ബ്രഷ് എടുത്തിട്ട് നമുക്കത് നന്നായി ഒന്ന് ആ ബ്രഷ് കൊണ്ട് അങ്ങനെ നന്നായി നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഒരു വശം കഴുകി ബാക്ക് വശം കഴുകി അങ്ങനെ മറിച്ചും തിരിച്ചിട്ടിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 പാദസരവും ഞാനിതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ അറിഞ്ഞൂടെ നല്ല കളർ വെച്ചിട്ടുണ്ട്. അഴുക്കൊക്കെ പോയി. ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയറും ചെയ്യണേ. നിങ്ങളുടെ സ്നേഹം ഉണ്ടെങ്കിലാണ് നമുക്കിനിയും വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ബൈ, ടാറ്റാ.